നമ്മളിപ്പോൾ പോകുന്നത് ഒരു പ്രേക്ഷകർക്കൊക്കെ വളരെ പരിചിതയായിട്ടുള്ള മൊണാലിസയുടെ വാർത്തയിലേക്കാണ്. കുംഭമേളയിലൂടെ, പ്രയാഗ്രാജിലെ കുംഭമേളയിലൂടെ പ്രശസ്തയായ വ്യക്തിയാണ് മൊണാലിസ. കേരളത്തിൽ തന്നെ വളരെയധികം ആരാധക വൃന്ദം മൊണാലിസയെ സംബന്ധിച്ചുണ്ട്. മൊണാലിസയ്ക്ക് കേരളത്തിൽ വിവാഹത്തിന് അവസരമൊരുങ്ങുകയാണ്. അല്പസമയത്തിനകം തിരുവനന്തപുരത്താണ് മൊണാലിസയുടെ വിവാഹം നടക്കുക. അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ ഈ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയത്തിനകം ആ ചടങ്ങ് നടക്കും. മൊണാലിസയെ ഇന്നാണ് തമ്പാനൂർ പോലീസിന് മുന്നിൽ അഭയം തേടിയത്. കാമുകനൊപ്പം പോകാൻ അനുവദിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മൊണാലിസ അവിടെ എത്തിയത്. തുടർന്ന് കാമുകനൊപ്പം പോകാൻ അനുവദിച്ചു. ഇപ്പോൾ മൊണാലിസയുടെ വിവാഹം കേരളത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി വി അരുൺ അവിടെ ഉണ്ട്. അല്പസമയത്തിനകം വിവാഹം നടക്കും എന്നതാണ് മനസ്സിലാകുന്നത്. വി അരുൺ അവിടെ നിന്ന് ചേരുകയാണ്. അരുൺ, പ്രയാഗ്രാജിലെ കുംഭമേളയിൽ കണ്ട് മലയാളികൾ നെഞ്ചേറ്റിയ വ്യക്തിയാണ് മൊണാലിസ. ആ മൊണാലിസയ്ക്ക് കേരളത്തിന്റെ മണ്ണിൽ വിവാഹം ഒരുങ്ങുകയാണ്. ചടങ്ങുകൾ എപ്പോൾ ആരംഭിക്കും? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? മൊണാലിസയുടെ ജീവിതം പോലെ തന്നെ വിവാഹവും അത്യന്തം നാടകീയമാവുകയാണ്. പ്രയാഗ്രാജിൽ കുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ യുവതിയാണ് മൊണാലിസ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്ന മോണി ഭോസ്ലെയാണ് പിന്നീട് മൊണാലിസ ഭോസ്ലെ എന്ന പേരിൽ അറിയപ്പെട്ടത്. കഴിഞ്ഞ തവണ അവർ ഒരു സെലിബ്രിറ്റി ആയിട്ട് അവിടെ ഈ വീണ്ടും ആ പ്രയാഗ് കുംഭമേളയിൽ മാഘമേളയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഇന്ന് അത്യന്തം നാടകീയമായാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ രാവിലെ ഒരു പെൺകുട്ടി തന്റെ കാമുകനും ഒപ്പം എത്തുന്നത്. തന്നെ അവർ പരിചയപ്പെടുത്തിയപ്പോൾ പോലീസുകാർക്ക് ആദ്യം അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് അവർ ആര് എന്ന കാര്യം പോലീസ് തിരിച്ചറിയുന്നത്. അവരുടെ ആവശ്യം തനിക്ക് കാമുകനൊപ്പം ജീവിക്കണം. കാമുകൻ മറ്റൊരു മതസ്ഥനാണ്. അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ കുടുംബം അനുവദിക്കുന്നില്ല. കഴിഞ്ഞ ഒരു മാസമായി അവർ ഇവിടെ കേരളത്തിലുണ്ട്. കൊച്ചിയിലായിരുന്നു ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം 4 ദിവസമായി തിരുവനന്തപുരത്ത് പൂവാറിലാണ് മൊണാലിസ ഉള്ളത്. അവർ ഇവരുടെ പരാതി കേട്ട് പോലീസുകാർ ഇവരുടെ അച്ഛനെ വിളിച്ചു വരുത്തി. അപ്പോൾ മകളെ ഇയാൾക്കൊപ്പം വിടാൻ കഴിയില്ല നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. പക്ഷേ പോലീസ് 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയാണ്. അവരെ ഇഷ്ടമുള്ള ആൾക്കൊപ്പം പോകാനുള്ള നിയമപരമായ അവകാശമുണ്ട്. അതുകൊണ്ട് അവർ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒടുവിൽ പോലീസ് വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് അവരെ കൂടെ വിട്ടത്. അതിനുശേഷമാണ് അടുത്ത ട്വിസ്റ്റ്. വൈകുന്നേരം 5 മണിയോടുകൂടി ഇപ്പോൾ ഞാനുള്ളത് അരുമാനൂരുള്ള നായനാർ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടെ വെച്ചാണ് മൊണാലിസയുടെ താലികെട്ട് നടക്കുന്നത്. മൊണാലിസ പോലീസിനോട് പറഞ്ഞതായി നമ്മൾ പോലീസിൽ നിന്ന് അറിയുന്ന വിവരം, തനിക്ക് രാജ്യത്ത് മറ്റൊരു സ്ഥലത്തും പോയി സമാധാനത്തോടുകൂടി സ്വസ്ഥതയോട് ജീവിക്കാൻ കഴിയില്ല. കാരണം ഒരു ഇതര മതസ്ഥനെ താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ തന്നെ വിവാഹം നടക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. അതിനുശേഷമാണ് ഇവരുടെ സിനിമയുടെ സംവിധായകൻ, അദ്ദേഹം അരുമാനൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൽ നിന്നാണ് CPM പ്രവർത്തകർ ഈ വിവരം അറിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട CPM നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അവരെ വിവരം അറിയിക്കുന്നത്. അങ്ങനെയാണ് ഈ വിവാഹം ഇന്ന് ഇവിടെ വെച്ച് നടത്താൻ CPM നേതൃത്വം തീരുമാനമെടുക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ അല്പസമയത്തിനകം ഇവിടെ എത്തും. 5:30 മണിയോടുകൂടിയാണ് വിവാഹം ഈ ക്ഷേത്രത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ, നമുക്കറിയാം അത്രത്തോളം പ്രശസ്തയാണ് മൊണാലിസ എന്ന ആ പെൺകുട്ടി. സ്വാഭാവികമായും അവർ ഇവിടെ എത്തപ്പെട്ടതൊക്കെ യാദൃച്ഛികമാകാം. പക്ഷേ അത് വലിയ രീതിയിൽ ഒരു വാർത്താ പ്രാധാന്യം ഇതിനകം നേടിക്കഴിഞ്ഞു. ക്ഷേത്രത്തിൽ 5:00 അവരുടെ വിവാഹം നടക്കും. കേരളത്തിൽ നേരത്തെ ഇത്തരത്തിൽ 2 യുവതിയുവാക്കളെത്തി മറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കാൻ ധൈര്യമില്ല, ഇവിടെ വിവാഹം കഴിക്കണം, ജീവിക്കണമെന്ന ആവശ്യവുമായി വന്ന് നമ്മൾ നേരത്തെ വാർത്ത നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായി മാറുകയാണ് മൊണാലിസയുടെ വിവാഹവും. കേരളത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ അങ്ങനെയല്ല, കേരളം മറ്റൊരു തരത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണിത്. പരസ്പരം പ്രണയിക്കുന്ന 2 യുവതിയുവാക്കൾ അവരുടെ ജാതി മതമൊന്നും നോക്കാതെ അവർക്ക് വിവാഹം കഴിച്ച് ജീവിക്കാൻ കേരളത്തിൽ അവസരമൊരുങ്ങുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട CPI പ്രധാന നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. ഈ മൊണാലിസ എന്ന പെൺകുട്ടിയെ മാറ്റി നിർത്താം, പക്ഷെ അപ്പോഴും ഒരു മുസ്ലിം മതവിശ്വാസിയായ യുവാവിനെ പ്രണയിക്കുന്ന മറ്റൊരു മതത്തിലുള്ള പെൺകുട്ടി, അവർക്ക് കേരളത്തിൽ ജീവിക്കാനാണ് താല്പര്യം, അവർക്ക് കേരളത്തിൽ വിവാഹം കഴിക്കാനാണ് അവർക്ക് വിശ്വാസം എന്ന് പറയുമ്പോൾ അതെന്ത് സന്ദേശമാണ് അവർക്ക്? കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ നാട്ടിലെ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി, ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ജനിച്ചു വീണ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാം ഈ നാട്ടിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. എന്താണ് അവർക്ക് ഇത്രയധികം ഒരു വിശ്വാസം കേരളത്തിൽ തോന്നാൻ കാരണം എന്താണ്? കേരളത്തിൽ തന്നെ ജീവിക്കാൻ അല്ലെങ്കിൽ ഇവിടെ മാത്രമേ കഴിയൂ എന്ന് പറയാൻ കാരണം എന്താണ്? പോലീസിനോട് അങ്ങനെ പറഞ്ഞു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. കേരളം അതൊരു വ്യത്യസ്തമായ ഒരു സ്റ്റേറ്റാണ്.
കേരളം മതേതരത്വത്തിന് പ്രാധാന്യം കൊടുക്കുകയും മതേതരത്വം പാലിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ പുരോഗമനപരമായ ചിന്താഗതി ഉള്ളവരാണ്. അപ്പോൾ ഇവിടെ ഈ വർഗീയത വളർത്താൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ സംസ്കാരം മതേതരത്വമാണ്. ഇത് തന്നെയാണ് ഈ വിവാഹം ഇവിടെ വെച്ച് നടക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. അതാണ് രേണുക, കേരളത്തെ കുറിച്ച് പല ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ക്ഷേത്ര പ്രസിഡന്റാണ് ഈ മൊണാലിസ വളരെ പ്രശസ്തയായ പെൺകുട്ടിയാണ്. അവർ മറ്റൊരു മതസ്ഥനെ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുത്ത കേരളമാണ്. ഈ ക്ഷേത്രം എങ്ങനെയാണ് അതിനെ കാണുന്നത്? ക്ഷേത്രം കാണുന്നത് നമ്മൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ആ സിദ്ധാന്തത്തിന്റെ പുറത്താണ് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയും ഇവിടുത്തെ ആരാധകരും ഇവിടെ വരുന്നവരെല്ലാം ആ കാഴ്ചപ്പാടാണ്. അതിന്റെ പ്രതീകമാണ് ഗുരുദേവന്റെ ക്ഷേത്രവും. ഗുരുദേവൻ പ്രതിഷ്ഠ ക്ഷേത്രം അല്ലല്ലോ, അല്ലാതെ ഗുരുദേവന്റെ നിർദ്ദേശാനുസരണം പ്രതിഷ്ഠ ക്ഷേത്രമാണ്. അതായത് പണ്ട് ബാലാലയ പ്രതിഷ്ഠ നടത്തിയ ഗുരുദേവനാണ്. അപ്പൊ ആ ഈ ഗുരുദേവന്റെ തത്വമാണല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ളത്. അപ്പം ജാതിയെ അബോളിഷ് ചെയ്യുക എന്നുള്ള ഒരു സിദ്ധാന്തം നമ്മളുടെ മനസ്സിലെല്ലാടെയും ഉണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും ആ ഒരിട്ട രീതിയിൽ പോകുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ജാതി മത ചിന്താഗതിയൊന്നുമില്ല. നമ്മളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. മഹാദേവ ക്ഷേത്രമാണ്. ശിവക്ഷേത്രം, ശിവന്റെ നയനാരീശനായിട്ടെന്നുള്ള ഒരു രൂപത്തിൽ അറിയപ്പെടുന്നു. ശിവന്റെ മറ്റൊരു രൂപമാണ് ശ്രീ നയനാരീശൻ. നേരത്തെ എത്ര ഈ മതേതരം എന്ന് പറയാൻ പറ്റുന്ന 2 മതസ്ഥരുടെ കല്യാണമൊക്കെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്നല്ലോ. ഒരു ക്രിസ്ത്യൻസിന്റെയും ഒരു ഇവിടെ പോകാറുള്ള തന്നെ 2 പേരെ കല്യാണം കഴിഞ്ഞ ആഴ്ച നടന്നു. കഴിഞ്ഞ ആഴ്ച ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യനുമായിട്ടാണ്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ജാതിപരമായിട്ട് ചിന്തിക്കുന്നില്ല. ആർക്കാണോ മനുഷ്യനെ ആയിട്ടേ കാണുന്നുള്ളൂ, മനുഷ്യരായിട്ടേ കാണുന്നുള്ളൂ. അപ്പം അവര് ഇവിടെയുള്ള അതിന്റെ ചില ലീഗൽ പ്രൊസീജിയർ ഉള്ളതെന്ന് പറയുന്നത് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, പ്രായപൂർത്തിയായിരിക്കണം, ആപ്ലിക്കേഷൻ തന്നിരിക്കണം. അത്രേ ഉള്ളൂ. അവരുടെ ദേവന്റെ ഭഗവാന്റെ മുമ്പേ വെച്ച് ഒരു ജീവിതം തുടരാൻ വേണ്ടി സാക്ഷ്യപ്പെടുത്തി പോകുന്ന അതൊരു വലിയ കാര്യമല്ലേ? അംഗീകരിച്ചു കൊടുക്കുന്നത് അതന്നെയാണ്. തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാകണം, പ്രായപൂർത്തിയാകണം. അങ്ങനെയുള്ള ഏത് പെൺകുട്ടിക്കും പുരുഷനും സ്ത്രീക്കും വിവാഹം കഴിക്കാവുന്ന സ്ഥലം തന്നെയാണ് ഈ ക്ഷേത്രം. ശ്രീനാരായണ ഗുരുവിന്റെ മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന, ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശാനുസരണം പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് പൂവാർ നയനാർ ക്ഷേത്രം. അവിടെ ഇത്തരം വിവാഹങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്നത് മൊണാലിസയാണ്. മൊണാലിസ പ്രണയിച്ച പുരുഷനെയാണ്. അവരുടെ കല്യാണം ഇനി എത്ര സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് നേരത്തെ അരുൺ ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടെ രാഷ്ട്രീയ പ്രതിനിധി നേതാക്കളെ, സാമൂഹ്യ പ്രവർത്തകരെ ഒക്കെ കാണാം, പൊതുപ്രവർത്തകരെ ഒക്കെ കാണാം. അവരൊക്കെ എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയമായി കൂടി ഇത് മാറുന്നുണ്ടോ അരുൺ? ഈ വിഷയം അങ്ങനെ മാറുന്നുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.